റബ്ബർ ഷീറ്റ് ഇട്ടിരിക്കണുണ്ടോ? റബ്ബറിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. പക്ഷേ അതിന് അതിൻ്റേതായ നല്ല പണിയുണ്ട്. നമ്മൾ രാവിലെ റബ്ബർ വെട്ടി അതിൻ്റെ പാലെടുത്ത് അല്ലേ, റബ്ബർ വെട്ടുന്ന ആളുകൾക്കൊക്കെ അറിയാമല്ലേ, പാലെടുത്ത് പിന്നെ അത് ഉറവൊഴിക്കണം. ഉറവൊഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഉറയ്ക്കണം. ഉറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഷീറ്റടിക്കണം അല്ലേ. ഷീറ്റടിച്ചിട്ട് ഇത് ഒരു ദിവസത്തെ അല്ല അല്ലേ, ഇത് കുറേ ദിവസങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ദിവസം നമ്മളിത് രാവിലെ ഉണക്കാനിടണം. രാവിലെ ഉണക്കാനിട്ടിട്ട് നമ്മൾ വൈകുന്നേരം ചൂടാറിയതിന് ശേഷം കേട്ടോ, ഷീറ്റിന് നല്ല തണുപ്പ് വരണം. തണുപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താവും, ഒട്ടിപ്പിടിക്കും. പിറ്റേന്ന് നമുക്ക് എടുത്താൽ കിട്ടില്ല, വലിച്ച് ഇതാക്കേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആറിയതിന് ശേഷം മാത്രമേ ഷീറ്റ് ഷീറ്റ് നമ്മൾ പരത്തിയത് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ല, അപ്പോൾ ഈ ഷീറ്റ് ഇന്നലത്തേന് കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ ഓരോ ദിവസത്തെ ഷീറ്റുകളാണ്. അപ്പോൾ ഇതാണ് ഷീറ്റിൻ്റെ പുകപ്പരി. ഉണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ, നമുക്കതൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരു മാസത്തോളം, ചിലത് വേഗം ഉണങ്ങി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ഉണക്കം കമ്മിയാണെങ്കിൽ അതൊരു പൂപ്പൽ വരും. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.